ശബരിമല പ്രചാരണായുധമാക്കുമെന്ന് മോദിയെ വേദിയിലിരുത്തി PS ശ്രീധരൻപിള്ള. സുപ്രീംകോടതി വിധിയുടെ പേരിൽ ആചാരം തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മോദിയും. സൈന്യത്തെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്ന് പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് പ്രധാനമന്ത്രി തന്നെ കൂട്ടുനിൽക്കുന്നത് എന്നാണ് ഇന്ന് സ്പെഷ്യലിന് ഉന്നയിക്കുന്ന ചോദ്യം. നമ്മോടൊപ്പം അതിഥികളായി BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ, DFI സംസ്ഥാന സെക്രട്ടറി A. റഹീം, കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല എന്നിവർ ചേരും. വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം അതിഥികളിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞത് ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തുമെന്നാണ്. മോദി പരോക്ഷമായി പ്രസംഗത്തിൽ ആചാര സംരക്ഷണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. ശ്രീ B. ഗോപാലകൃഷ്ണൻ, സൈന്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതി ഒരു വശത്ത് ഉയരുന്നു. മറുവശത്ത് വർഗീയ പ്രചാരണങ്ങൾ നടത്തുന്നു BJP നേതാക്കൾ. തങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ജോലി ലഭിക്കില്ല എന്ന് മേനകാ ഗാന്ധി പ്രസംഗിക്കുന്നു. ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങൾ വിട്ട് വയനാട് പോലെ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുവെന്ന് മോദി ഉത്തരേന്ത്യയിൽ പ്രസംഗിക്കുന്നു. ഇവിടെ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമാക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം മറികടന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തി BJP അധ്യക്ഷൻ തന്നെ പ്രസംഗിക്കുന്നു. ശബരിമല തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കുമെന്ന് മോദി പ്രസംഗിക്കുന്നു. ആചാര സംരക്ഷണത്തിന് ഏതറ്റം വരെയും പോകുമെന്ന്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെ പ്രചാരണ രീതിയാക്കുകയാണോ BJP? ഭാരതീയ ജനതാ പാർട്ടി ശബരിമല വിഷയം ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ട്. ഓൾ ഇന്ത്യ പ്രകടന പത്രികയിൽ നിങ്ങൾക്കറിയാവുന്നതല്ലേ ശബരിമല വിഷയം. ശബരിമല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രകടന പത്രികയിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് കോഡ് ഓഫ് കോണ്ടക്റ്റിന് വിരുദ്ധമാണെന്ന് ആര് പറഞ്ഞു താങ്കളോട്? ഏത് കമ്മീഷണർ ഏതെങ്കിലും വാക്കുകൾ പറഞ്ഞാൽ അതൊക്കെ നിയമത്തിന് സാധുതയുണ്ടോ? തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ കമ്മീഷനല്ലേ അവസാന വാക്ക് ശ്രീ ഗോപാലകൃഷ്ണൻ? എന്നല്ല, തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിൽ എന്നോട് ആരെങ്കിലും പറഞ്ഞു എന്നുള്ളതല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ അത് പറയേണ്ടത്. ശബരിമല വിഷയം അടക്കമുള്ള ഏത് മത വിഷയവും ഞാൻ പറഞ്ഞോട്ടെപ്പാ, ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്, ഞാനൊന്ന് പറയാൻ എന്നെ അനുവദിക്കൂ. ശബരിമല വിഷയത്തിൽ കമ്മീഷനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ശബരിമല അടക്കമുള്ള ഏത് എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, നിങ്ങളുടെ മീഡിയ വണ്ണിന്റെ വീഡിയോ ഉണ്ട്. ഞാൻ മീഡിയ വണ്ണിന്റെ വീഡിയോ നിങ്ങളുടെ ഓൺലൈനിൽ വന്ന വീഡിയോ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? അത് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്, മത സാമുദായിക സംഘടനകളുടെ രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കില്ല. ഇത് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹവുമായി ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പോയപ്പോൾ എന്താണ് ശബരിമല എന്ന വിഷയത്തെക്കുറിച്ച് താങ്കൾ പറയുന്നത്? അയോധ്യയെക്കുറിച്ച് പറയുന്നു, ബാബറി മസ്ജിദിനെ കുറിച്ച് പറയുന്നു, ശബരിമല എന്ന വിഷയം പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ശബരിമല പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ശബരിമല ധർമ്മശാസ്താവിനെ അയ്യപ്പനെ എടുത്തു വെച്ച് ആ അയ്യപ്പന്റെ ഫോട്ടോയ്ക്ക് എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഈ അയ്യപ്പന് വേണ്ടി എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ പാടില്ല എന്നേ ഉള്ളൂ. അതാ കോഡ് ഓഫ് കോണ്ടക്ട്. ഇപ്പോൾ ശബരിമല എന്ന വിഷയം ഞങ്ങളുടെ ഓൾ ഇന്ത്യ പ്രകടന പത്രികയിലുണ്ട്. ഓൾ ഇന്ത്യ പ്രകടന പത്രികയിലുള്ളപ്പം സ്വാഭാവികമായും ഓൾ ഇന്ത്യയിൽ ഒരു കമ്മീഷണർ ഇല്ലേ? ഇദ്ദേഹം മാത്രമല്ലല്ലോ ഇവിടുത്തെ കമ്മീഷണർ. അതുകൊണ്ട് ഓൾ ഇന്ത്യ പ്രകടന പത്രിക, ആ പ്രകടന പത്രിക പറഞ്ഞ കാര്യം തന്നെയല്ലേ പറഞ്ഞത്, ശബരിമല ഉയർത്തി കാണിക്കും. ഞാൻ രണ്ട് കാര്യം പറയാനുണ്ട്, എന്നോടൊന്ന് ക്ഷമിക്കണം, എനിക്ക് 1 മിനിറ്റ് തരണം. എന്താണ് ശബരിമല വിഷയം? ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ചെയ്ത തോന്നിവാസമല്ലേ, ഈ സർക്കാരിന്റെ വീഴ്ചയല്ലേ? ഒരു സർക്കാരിന്റെ ഭരണപക്ഷത്തിന്റെ വീഴ്ചയെ പ്രതിപക്ഷത്തിന് ഉയർത്തി കാണിക്കാം. ശബരിമലയിൽ 144 പ്രഖ്യാപിക്കാൻ സുപ്രീം കോടതി പറഞ്ഞു. ശബരിമലയിൽ പാവപ്പെട്ട കന്യ അയ്യപ്പന്മാർക്ക് കിടന്നുറങ്ങാൻ സ്ഥലമില്ലാതെ അവിടെ വെള്ളമൊഴിച്ചിട്ട് അവരെ കഴുതയുടെ കൂടെയും പന്നിയുടെ കൂടെയും കിടത്തിയുറക്കാൻ ശ്രമിച്ചത് സുപ്രീം കോടതി പറഞ്ഞു. ഒരാൾ പോലും അറിയാതെ 10,000-കണക്കിന് അയ്യപ്പന്മാർ രാത്രി 11 മണി മുതൽ കാത്തു നിൽക്കുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ ഒരു യുവതിയെ കൊണ്ട് ഒളിച്ചു കടത്തിയത് സുപ്രീം കോടതി പറഞ്ഞിട്ടാണോ? പോലീസ് വേഷത്തിൽ യുവതിയെ കടത്താൻ ശ്രമിച്ചത് സുപ്രീം കോടതി പറഞ്ഞിട്ടാണോ? ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഈ സർക്കാർ ചെയ്തിട്ടുള്ള തോന്നിവാസമാണ്, ഈ സർക്കാരിന്റെ വീഴ്ചയാണ്. എന്തും ചെയ്യാം ഇവിടുത്തെ ശബരിമല വിശ്വാസികൾക്കെതിരെ, ശബരിമലക്കെതിരെ എന്ന സർക്കാരിന്റെ തിട്ടൂരത്തെ ഞങ്ങൾ എതിർക്കും, ഞങ്ങൾ ഉയർത്തി കാണിക്കും. അത് ഉയർത്തി കാണിക്കുന്നത് ഒരു കമ്മീഷനും എതിർക്കാൻ പറ്റില്ല. ഇനി കമ്മീഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞത് ശബരിമല വിഷയം ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉള്ളതാണ്. ഇനി ഞാൻ വേറൊരു ചോദ്യം കൂടി നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. നിങ്ങളുടെ ഓൺലൈനിൽ വന്നിരിക്കുന്ന, അതായത് എന്റെ സ്റ്റേറ്റ്മെന്റ് അടക്കം സുരേഷ് ഗോപിയുടെ തൃശൂർ ജില്ലാ കളക്ടർ അനുപമ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഓൺലൈനിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ മൊബൈലിൽ സൂക്ഷിച്ചിട്ടുണ്ട്.
ആ വീഡിയോയിൽ പറയുന്നത്, ഇവിടുത്തെ കമ്മീഷൻ പറയുന്നത് മത സാമുദായിക രാഷ്ട്രീയ ശക്തികളെ ഒന്നും അങ്ങനെ വോട്ട് പിടിക്കാൻ അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് സാമുദായിക ശക്തിയാണോ അല്ലയോ? റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക വക്താവ് പറഞ്ഞു, ഞങ്ങൾ സാമുദായിക മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോ ഈ കമ്മീഷൻ പറഞ്ഞത് ശരിയാണെങ്കിൽ, കമ്മീഷർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ, ആ കമ്മീഷൻ പറഞ്ഞത് ശരിയാണെങ്കിൽ മുസ്ലിം ലീഗിനെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു കമ്മീഷണർ. ഇതാ ഇപ്പം വാട്സപ്പിലൊക്കെ ഒരു ചിത്രം പ്രചരിക്കുന്നു, എനിക്കറിയില്ല ശരിയാണോന്ന്. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി, അതിനും പരാതി കൊടുത്തിട്ടുണ്ട്, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശബരിമല അയ്യപ്പനെ വെച്ചാ വോട്ട് പിടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടു. അത് ശരിയാണോന്ന് എനിക്കറിയില്ല, അത് റഹീം പറഞ്ഞോട്ടെ ശരിയാണോ അല്ലയോ എന്ന്. ശരി, പക്ഷെ കോഡ് ഓഫ് കോണ്ടക്ട് എന്താണെന്ന് ശ്രീ എ റഹീം അയ്യന് വേണ്ടി ഒരു വോട്ട് അഭ്യർത്ഥിച്ചതിനാണ് സുരേഷ് ഗോപിക്കെതിരെ ജില്ലാ വരണാധികാരിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാം നടപടികൾ തുടങ്ങിയിട്ടുള്ളത്. സ്വന്തം പ്രകടന പത്രികയിൽ, ദേശീയ പ്രകടന പത്രികയിൽ, ഞാൻ മടങ്ങി വരാം ഗോപാലകൃഷ്ണൻ, സ്വന്തം പ്രകടന പത്രികയിൽ ശബരിമല വിഷയം പരിഹരിക്കാൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ കോംപ്രഹെൻസീവായ ഒരു വാദം ഉന്നയിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമെന്ന് അവർ പ്രകടന പത്രികയിൽ BJP എഴുതി വെച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ബി ഗോപാലകൃഷ്ണന്റെ വാദം. എ റഹീം മറുപടി. അല്ല, അവർക്ക് ഇതിലല്ലാതെ വേറൊന്നിലും ഇനി അഭയം തേടാനാകില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നോട്ട് നിരോധനത്തിന് വോട്ട് തരണമെന്ന് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പറ്റുമോ? GSTയിലൂടെ ബുദ്ധിമുട്ടിച്ച ജനങ്ങളെ, കോഴിക്കോട്ടെ സാധാരണക്കാരായ ആളുകൾ, ഒരു സാധാരണഗതിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനം, ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് പോലും ഈ GSTയുടെ ദുരിതമനുഭവിച്ചവരാണ്. അശാസ്ത്രീയമായി ഈ നികുതി ഘടനയെ പൊളിച്ചെഴുതി ദുരിതമനുഭവിച്ചവർ വോട്ട് തരണം എന്ന് പറഞ്ഞ് ചോദിക്കാൻ പറ്റുമോ? പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 100ലേക്ക് അടുപ്പിച്ച് ഇപ്പോൾ 100ഓട് ഇടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇന്ധനവില വർധനവിനെ ചൂണ്ടി വോട്ട് ചോദിക്കാൻ പറ്റുമോ? പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചതിനെ ചൂണ്ടി വോട്ട് ചോദിക്കാൻ പറ്റുമോ? അവർക്ക് പറ്റില്ല. അങ്ങനെ നിരായുധരായി ഈ തിരഞ്ഞെടുപ്പ് ഗോതയിൽ നിൽക്കുന്ന ഇവർ നിയമവിരുദ്ധമായ ഇത്തരം പ്രവർത്തനങ്ങളിൽ അഭയം തേടുകയാണ്. ഇദ്ദേഹം വെല്ലുവിളിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്ത്. ഞാൻ ചോദിക്കട്ടെ, ഇവർക്കൊരു നിലപാടുണ്ടോ? ഇതേ ശ്രീധരൻ പിള്ളയല്ലേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ശബരിമല ആയുധമാക്കില്ല, ഞങ്ങൾ എടുക്കില്ല. ഇദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞു, ശബരിമലയെ സംബന്ധിച്ച് ആദ്യം വിധി വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെയല്ല ഇങ്ങനെയല്ല, അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് പറഞ്ഞു ശബരിമല സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം ശ്രീധരൻപിള്ള പറഞ്ഞു അല്ല, ഇതൊരു രാഷ്ട്രീയത്തിലെ സുവർണാവസരമാണ്. ഈ ശ്രീധരൻ പിള്ളയുടെ ഇന്നത്തെ ഈ ഒടുവിലത്തെ നിമിഷത്തെ മുതൽ അങ്ങ് പുറകിലോട്ട് നോക്കിയാൽ എത്ര നിലപാട് മാറ്റാണ് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ പോളിസി എന്താണ്? ശ്രീ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം ഈ ചർച്ച തീരുന്നതിന് മറുപടി പറയണം. ഈ കേരളത്തിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് പേര് വെച്ച് ലേഖനം എഴുതിയ ഒരേ ഒരാളേ ഉള്ളൂ, അത് ശ്രീ O രാജഗോപാലാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യമതായിരുന്നു, യുവതികളെ പ്രവേശിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു അദ്ദേഹം എഴുതിയത് മുഴുവൻ. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ സ്വാഗതം ചെയ്ത പത്രം ജന്മഭൂമിയാണ്. ശബരിമല യുവതീ പ്രവേശനത്തെ സ്വാഗതം ചെയ്ത് ഫേസ്ബുക്ക് കുറിപ്പിട്ട ആളാണ് നിങ്ങളുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി. ഇങ്ങനെ എത്ര കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഇത് പറയുന്നു. ഞാൻ ചോദിക്കുന്നൊരു കാര്യം ശ്രീ അജിംസെ, നിങ്ങൾ വിശ്വാസി സമൂഹത്തിന് എന്തോ വാക്ക് കൊടുക്കുന്നു എന്നാണല്ലോ പറയുന്നത്. നിങ്ങൾ അവരെയും പറ്റിക്കല്ലേ? ഇപ്പം നിങ്ങളോടൊപ്പം ഈ പറയുന്ന നിങ്ങളുടെ പ്രവർത്തകരായ കുറേ പേരെ വളരെ തെറ്റായ ഭരണഘടനയ്ക്കെതിരായ ഒരു പോരാട്ടത്തിൽ നിങ്ങൾ ഇറക്കി നിർത്തുന്നുണ്ടല്ലോ, അത് തന്നെ തെറ്റാണ്, രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. പോട്ടെ, അവരോടെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളോട് താല്പര്യമുണ്ടോ? എങ്കിൽ നിങ്ങൾ എന്തായി പറയുന്നത്? ഇന്ന് അദ്ദേഹം ഒരു ഓർഡിനൻസിനെ കുറിച്ച് പറഞ്ഞില്ല. ഇന്ന് അദ്ദേഹം അവിടെ സുപ്രീം കോടതിയിൽ BJP ഇടപെടുന്ന, അതിന് സുപ്രീം കോടതിയിൽ BJP എവിടെയാണ് കക്ഷിയായത്? BJPക്ക് വേണ്ടി ചിലർ കക്ഷിയായിട്ടുണ്ട്, ശരിയാണ്. അങ്ങനെ കക്ഷിയായിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമാണ്, എന്തോ ആയിക്കൊള്ളട്ടെ. അവിടെ വാദവും കേട്ട് ഇപ്പോൾ റിവ്യൂ പെറ്റീഷനിലും വാദമുഖങ്ങളെല്ലാം കേട്ട് വിധി പറയാൻ വേണ്ടി വെച്ചിരിക്കുന്ന കേസിൽ ഇനി എന്ത് ഇടപെടാനാണ്? വളരെ എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആയ പത്രങ്ങൾ കാണുന്ന, TV കാണുന്ന വളരെ സെൻസിറ്റീവായ ഒരു കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് എന്തിനാണ് അവരെ വിഡ്ഢികളാക്കാൻ നിങ്ങൾ വീണ്ടും ശ്രമിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്കൊരു പൊസിഷൻ വേണം. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട്ട് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റ് LDFും കമ്മ്യൂണൽ UDFും ഒന്ന് തന്നെയാണ് എന്നാണ്. പിന്നീടാണ് അദ്ദേഹം ഈ ആചാര സംരക്ഷണത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത്. ഉത്തരേന്ത്യയിൽ അദ്ദേഹം വർഗീയ ചുവയുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ കോഴിക്കോട്ടെത്തിയപ്പോൾ അത്ര കടന്ന് അത്തരം പരാമർശങ്ങൾ ഇവിടെ നടത്തിയിട്ടില്ല. പക്ഷേ UDFിനെ കമ്മ്യൂണൽ UDF എന്ന് വിളിക്കുന്നതിന് ചില ദുസ്സൂചനകളുണ്ട്. ആ സൂചനകൾ ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു സാമുദായിക സംഘടനയായ മുസ്ലിം ലീഗിനെ നിരോധിക്കേണ്ടതല്ലേ എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. മറുപടി.
അജിംസേ, ഇവിടെയാണ് BJPയുടെ ഇരട്ടത്താപ്പ് നമുക്ക് ബോധ്യമാകുന്നത്. ദേശീയ തലത്തിൽ വർഗീയത പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. ഇന്ന് മനേകാ ഗാന്ധി പ്രസംഗിച്ചിരിക്കുന്നത് എന്താണ്? ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി തരില്ല എന്ന് മുസ്ലിങ്ങളോടാണ് പ്രത്യേകം പറയുന്നത്. മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി തരില്ല. അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശമാണുള്ളത്? അങ്ങനെ മുസ്ലിങ്ങളോട് മാത്രമായി നിങ്ങൾ ജോലി തരില്ലെന്ന് പറയാൻ ഈ മനേകാ ഗാന്ധി ആരെ ചുമതലപ്പെടുത്തിയത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഹിന്ദു പ്രീണനത്തിൽ മാത്രം അടിയുറച്ചു നിന്നുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ പ്രവർത്തനം നടത്തുന്നത്? അപ്പോൾ വർഗീയതയെ അങ്ങേയറ്റം താലോലിച്ചിട്ടുള്ളത് ആരാണെന്ന് കേരളീയർക്ക് ഇനി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിന് മോദി ഇവിടെ വന്ന് ഇനി ഏതൊക്കെ കോട്ട്, അത് 10 ലക്ഷം രൂപയുടെ വർഗീയത, പിന്നെ എന്താ പറയുന്നത്, സെക്യുലറിസത്തിൻ്റെ കോട്ടെടുത്തിട്ടാലും അതിവിടെ 10 കോടിയുടെ കോട്ടിട്ടുകൊണ്ട് സെക്യുലറിസം വിളമ്പാനാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന കോട്ട് സെക്യുലറിസത്തിൻ്റെ കോട്ടാണെന്നൊക്കെ പറഞ്ഞാലും കേരളീയ സമൂഹം അതിനെ പുല്ല് വിലയോടെ കാണുകയുള്ളൂ. BJPയുടെ വർഗീയ രാഷ്ട്രീയം നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. അദ്ദേഹം ഇവിടെ വന്ന് അത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അത് അതിന് വഴിക്ക് നടക്കട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ച് ലീഗും ഘടകകക്ഷി തന്നെയാണ്. അത് ഇന്നലല്ലോ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്താണ്. കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് ഘടകകക്ഷികൾ കൂടിയുള്ള, ഞങ്ങൾക്ക് ഏത് പാർലമെൻറ്റ് സെഗ്മെൻറ്റ് എടുത്താലും അവിടെയെല്ലാം ഘടകകക്ഷികൾ കൂടി സ്വാധീനമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഞങ്ങൾ അങ്ങനെയാണ് അസംബ്ലി സെഗ്മെൻറ്റിലൊക്കെ സീറ്റ് ഷെയറിംഗ് നടക്കുമ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളെ സെക്യുലറിസം പഠിപ്പിക്കാനൊന്നും മോദി കേരളത്തിലോട്ട് വരണ്ട. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് പകൽ പോലെ അറിയാം. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പും ഈ കള്ളം നാണയം ഈ കേരളത്തിൽ ആർക്കും വേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിന് എന്തും പറയാം. അദ്ദേഹം എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം വിചാരിക്കുന്നത് എന്ത്, അദ്ദേഹം ഇവിടെ ഒന്ന് പറയുമ്പോൾ മാത്രമേ നമ്മൾ കേൾക്കുന്നതാണോ? ബാക്കി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതും BJPയുടെ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ നിലപാടുകളൊന്നും ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ലെന്നാണ് ധരിച്ചിരിക്കുന്നത്. എന്ത് പമ്പര വിഡിത്തരമാണ് പറയുന്നത്? അപ്പോൾ നിങ്ങളുടെ സെക്യുലറിസത്തെക്കുറിച്ചും കോൺഗ്രസിനെയും UDFനെയും സെക്യുലറിസം പഠിപ്പിക്കാൻ മോദി വരേണ്ടതില്ല. വളരെ പച്ചയായി പറയാം. 1. 2, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. അത് വളരെ പകൽ പോലെ വ്യക്തമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുക തന്നെ ചെയ്യും. പക്ഷേ ശ്രീ ധർമ്മശാസ്താവിൻ്റെ പടം കാണിച്ചുകൊണ്ടോ ശബരിമലയുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നോ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വോട്ട് പിടിക്കാൻ തയ്യാറല്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കോടതി വിധിയെ തുടർന്നുണ്ടായ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ, അതിനെ തുടർന്ന് BJP സംസ്ഥാനത്ത് നടത്തിയ സംഘർഷ അന്തരീക്ഷം, സംഘടനം, ഇവിടെ ക്രമസമാധാന നില തകർത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാകും. അപ്പോഴും അവിടെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലൊക്കെ ഇത്തരത്തിൽ എന്താ പറയുക അക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടണം. പക്ഷേ യഥാർത്ഥ ഭക്തരുടെ വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെടണം. ഞങ്ങൾ ആ യഥാർത്ഥ ഭക്തരോടൊപ്പമാണ് അന്നും ഇന്നും എന്നും. എന്താ നമ്മുടെ റഹീം പറഞ്ഞിട്ട് പോയി, എന്തേ നിങ്ങൾ ഇത്ര ഭയക്കുന്നു റഹീമേ? ശബരിമല വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നൊക്കെ പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നേ? നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഭയക്കുന്നത്? ഈ BJPക്ക് ഇത്തരത്തിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് കേരളത്തിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ? നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തല്ലേ വീഴ്ച? എന്നിട്ട് നിങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് യഥാർത്ഥം ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, ഞങ്ങൾ ഭക്തരോടൊപ്പമാണ്, യഥാർത്ഥ ഭക്തരോടൊപ്പമാണ്. ഇത്തരത്തിൽ അക്രമകാരികളായ ഭക്തരോടൊപ്പമാണ്. അതിൻ്റെ ഗോൾഡൻ ഓപ്പർച്യൂണിസ്റ്റായ PS ശ്രീധരൻപിള്ളയോടൊപ്പം അല്ല കേരളത്തിലെ ഭക്തർ എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കട്ടെ. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യമാകും. പക്ഷേ എന്തുകൊണ്ടാണ് LDF ഈ വിഷയം ചർച്ച ചെയ്തതിൽ നിന്ന് പുറകോട്ട് പോകുന്നത്? അത് അവരും പറയാൻ വ്യക്തമാണ്. ബാധിതരാണ്. ശ്രീ B. ഗോപാലകൃഷ്ണൻ, നിങ്ങളുടെ പ്രകടന പത്രികയിൽ ശബരിമല വിഷയം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ എഴുതി വെച്ചിട്ടുള്ള ഇതാണ്: വി വിൽ അണ്ടർടേക്ക് എവരി എഫോർട്ട് ടു എൻഷുർ ദാറ്റ് ദ സബ്ജക്ട് ഓഫ് ഫെയ്ത്ത്, ട്രാഡിഷൻ ആൻഡ് വർഷിപ്പ് റിച്വൽസ് റിലേറ്റഡ് ടു ശബരിമല are presented in a comprehensive manner before the Honorable Supreme Court. We will endeavour to secure constitutional protection on issues related to faith and belief. വാദം കഴിഞ്ഞ കേസിലാണ് ഇനി നിങ്ങൾ സുപ്രീം കോടതിയെ കോംപ്രഹെൻസീവായി സമീപിക്കാൻ പോകുന്നത്, കോടതിയെ മനസ്സിലാക്കി കൊടുക്കാൻ പോകുന്നത്. BJPയുടെ പ്രകടന പത്രികയിലെ മറ്റു വിഷയങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ശബരിമലയെക്കുറിച്ച് നിങ്ങൾ എഴുതി വെച്ചതാണ്. ഇത് മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ പ്രകടന പത്രികയിൽ എഴുതി വെച്ചതാണ്, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമെന്നാണ് നിങ്ങളുടെ വാദം. തെരഞ്ഞെടുപ്പ് പത്രികയിൽ എഴുതി വെച്ചില്ലെങ്കിലും ഞങ്ങൾ വാദിക്കും. തെരഞ്ഞെടുപ്പ് പത്രികയിൽ എഴുതി വെച്ചപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമായി. കുറച്ചുകൂടെ കോംപ്രഹെൻസീവായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഞങ്ങൾ ഒന്നും കൂടി വാദിക്കും. എപ്പോൾ? എന്നിട്ടും അതിന് എന്താണ് പ്രതിവിധി? ഇന്ത്യൻ പാർലമെന്റിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. സർ, ഞാൻ പറഞ്ഞത് അതിനല്ല. അവിടെ ഞാൻ പറഞ്ഞോട്ടെ,
BJP അതിനകത്തൊരു കക്ഷിയല്ല ആ വാദങ്ങളിൽ. അപ്പോൾ ഈ വാഗ്ദാനം തന്നെ പൊള്ളയല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? ഈ വാഗ്ദാനം തന്നെ പൊള്ളയല്ലേ? റിവ്യൂ പെറ്റീഷനിൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് ചോദിക്കുമ്പോൾ ആ നിലപാട് ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ സാർ. ഇപ്പൊ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂരമാണ്. ആ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ആ പൂരത്തിന്റെ വിഷയം വന്നു. ഞങ്ങളെടുത്തൊരു നിലപാടുണ്ട്. തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ടുണ്ടാവണം, അവിടെ ആനയുണ്ടാവണം, വെടിക്കെട്ടുണ്ടാവണം. അത് സുപ്രീം കോടതിയിൽ ഞങ്ങളെടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട് അതിന് അനുമതി കൊടുത്തു. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ വീണ്ടും അത് റിവ്യൂ പെറ്റീഷൻ വരുമ്പോൾ വീണ്ടും ഗവൺമെന്റിനോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും, ഇല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങൾ ആ വിഷയം കൊണ്ടുവരും. ആ വിഷയം കേന്ദ്ര സർക്കാരിന് മുമ്പിലുള്ള ഒരേ ഒരു വഴി ഓർഡിനൻസ് കൊണ്ടുവരികയാണ്. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ശബരിമല വിഷയത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് പച്ചയ്ക്ക് നിങ്ങൾക്ക് പ്രകടനപത്രിക എഴുതി വെക്കാമായിരുന്നു. നിങ്ങൾ എഴുതി വെച്ചില്ല. പകരം വാദം കഴിഞ്ഞ കേസിൽ ഞങ്ങൾ കോടതിയെ കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു പറയുന്നു. ആര് പറയുന്നു? പ്രേരണാകുമാരി, ചൗക്കിദാർ പ്രേരണാകുമാരിയുടെ പാർട്ടി. പ്രേരണാകുമാരിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതായത് കേരളത്തിലെ BJP നേതാക്കൾ സ്വാഗതം ചെയ്ത യുവതീ പ്രവേശം, അത് സംബന്ധിച്ച് മുമ്പ് ഇവിടെ റഹീം ചൂണ്ടിക്കാട്ടി. ഓരാ ജോഗോപാൽ സ്വാഗതം ചെയ്ത കാര്യം, കെ സുരേന്ദ്രൻ സ്വാഗതം ചെയ്ത കാര്യം, പിന്നീട് RSS നേതാക്കൾ സ്വാഗതം ചെയ്ത കാര്യം, ശബരിമല വിധി വന്നതിന് ശേഷം നിലപാട് മാറ്റിയ BJP വീണ്ടും പറയുന്നു ഞങ്ങൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന്. വാദം കഴിഞ്ഞ കേസിൽ നിങ്ങൾ സുപ്രീം കോടതിയെ പഠിപ്പിക്കാൻ പോവുകയാണ്. അതേസമയം ഒരു ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് പറയാനുള്ള ധൈര്യം പോലും നിങ്ങൾക്കുണ്ടായില്ല. ആ നിങ്ങളാണ് പറയുന്നത് ഞങ്ങൾ ശബരിമല പ്രചാരണ വിഷയമാക്കുമെന്ന്. ഒന്നാമത്തെ കാര്യം തന്നെ, നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കല്ലേ. ഈ വിഷയത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരണമെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ പരിധിയിൽ കിടക്കുന്നതായതുകൊണ്ട് ഓർഡിനൻസ് കൊണ്ടുവരണമെങ്കിൽ ഒന്നുകിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം ആരെങ്കിലും നിയമസഭയിൽ അത് കൊണ്ടുവരണം. അത് സ്റ്റേറ്റ് ലോയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത്, നിയമപരമായ സാധുത ഞങ്ങൾ പാർലമെന്റിൽ സ്വീകരിക്കും. അത് കേവലം സ്റ്റേറ്റ് സബ്ജക്റ്റിലാണെന്ന് നിങ്ങൾ വാദിക്കുന്നു. ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റിലാണ് നിങ്ങൾ വാദിക്കുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾ ഭരണഘടനാപരമായ സാധുത തേടുമെന്ന്. ഇത് എന്ത് വാദമാണ് ബി ഗോപാലകൃഷ്ണൻ? ഇതിൽ ഏതാണ് സ്റ്റേറ്റ് സബ്ജക്ട്? ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് എന്താണ് സ്റ്റേറ്റ് സബ്ജക്ട്? അങ്ങനെയാണെങ്കിൽ പാർലമെന്റിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുക? അത് അസംബ്ലിയിലല്ലേ പ്രവർത്തിക്കേണ്ടത്? നിങ്ങൾ തന്നെ നിങ്ങളുടെ വാദങ്ങൾ റദ്ദ് ചെയ്യും. നിങ്ങൾ എന്താ പറയുന്നത്? സ്റ്റേറ്റ് ഒന്ന് ഞാൻ അജംസെ ഒരു സാമാന്യ മര്യാദ കാണിക്കണം. ഞാനൊരു കാര്യം പറയുമ്പോൾ അത് പൂർത്തീകരിക്കാനുള്ള സമയം തരണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ലല്ലോ. അതായത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. സ്റ്റേറ്റിലെ നിയമസഭയിൽ പ്രതിപക്ഷമോ ഭരണപക്ഷമോ അത് ആവശ്യപ്പെടണം. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാ. ഏതെങ്കിലും കാരണവശാൽ സുപ്രീം കോടതിയിലെ റിവ്യൂ പെറ്റീഷൻ അനുവദിച്ചാൽ പിന്നെ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. റിവ്യൂ പെറ്റീഷൻ അനുവദിച്ചിട്ടും സുപ്രീം കോടതി ആ വിഷയത്തിൽ നേരത്തെ നിലപാട് സ്വീകരിച്ചാൽ ഇനിയും നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ കഴിയും പാർലമെന്റിൽ എന്നുള്ളത് ഞങ്ങൾ ചിന്തിക്കും. വേണ്ടി വന്നാൽ ഞാനത് വളരെ കൃത്യമായി പറയാം. വനഭൂമി ആയതുകൊണ്ട് അതിൽ ചില കേന്ദ്ര ഇടപെടലുകൾ സാധ്യമാണ്. അത് ഓർഡിനൻസ് അല്ലാത്ത ചില ഇടപെടലുകൾ ഞങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന പരിധിയുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കും. അതൊക്കെ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ അതിന്റെ നിയമപരമായ സാധുതയിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് തന്നെ ശബരിമല വിഷയം ഞങ്ങൾ ഉന്നയിക്കും. ശബരിമല എന്ന് കേൾക്കുമ്പോൾ റഹീം വിറയ്ക്കുക, മൂത്രമൊഴിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയ ഈ ഇടതുപക്ഷക്കാര്. കാരണം എന്താ വെച്ചാൽ ശബരിമലയുടെ പേരിൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾ BJPക്ക് വോട്ട് ചെയ്യുന്ന സ്ഥിതിയാ. ഇവിടെ ചാമക്കാല പറഞ്ഞു ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാ. എവിടെയാ? എയർ കണ്ടീഷൻ മുറിയിൽ. ഇവർ വിശ്വാസികളുടെ കൂടെ ആയിരുന്നു നിലയ്ക്കൽ പ്രക്ഷോഭം ഉണ്ടായപ്പോ. പ്രക്ഷോഭം ഉണ്ടാക്കിയതാരാ? ഈ കോൺഗ്രസ്സുകാരാ. അന്നെന്ത് സമീപന? ശബരിമലയ്ക്കെതിരായ സമീപന. ഇവരുടെ മുരളീധരൻ ഉണ്ടല്ലോ, വടകരയിൽ നിൽക്കുന്ന മുരളീധരൻ. അയാളുടെ അച്ഛനും നമ്മുടെയൊക്കെ ബഹുമാനപ്പെട്ട കരുണാകരൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് സ്ത്രീകളുടെ കയ്യിൽ നിന്ന് വരെ അവിടെ ഗുരുവായൂരിൽ തല്ലുമേടിച്ചതാ. അത്രയേറെ ഇഷ്യൂ ഉണ്ടായതാ. അതൊന്നും മറക്കാൻ പറ്റില്ല. മാത്രമല്ല ശബരിമലയിൽ യുവതി കയറിക്കോട്ടെ എന്ന് ആദ്യം പറഞ്ഞത് റഹീമിന്റെ പാർട്ടിയല്ല, ആദ്യം പറഞ്ഞത് കോൺഗ്രസാ. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പൊ ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാ. ഈ 40,000 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കർമ്മസമിതി അക്രമം ഉണ്ടാക്കിയിട്ടില്ല. അക്രമം ഉണ്ടാക്കിയത് പോലീസാ. ഈ 40,000 ആളുകളെ ആക്രമിച്ചിട്ട് അവർക്കെതിരെ കേസെടുത്തതിൽ ഒരാൾ പോലും കോൺഗ്രസ് ഇല്ല. എന്നിട്ട് ആറ്റിങ്ങലിൽ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുക ചാമക്കാരുടെ പാർട്ടി, അയ്യപ്പന്റെ പേരിൽ വിശ്വാസികളുടെ വോട്ട് കോൺഗ്രസിന് തരണമെന്ന് പറഞ്ഞ്. ഇതിനേക്കാൾ നല്ലത് വേറെ വല്ല പരിപാടിയാണ് എന്റെ ചാമക്കാലെ.
ഇത് ശരിയല്ല. നിങ്ങൾ വിശ്വാസികളുടെ കൂടെയാണെങ്കിൽ അന്തസ്സായ വിശ്വാസികളുടെ കൂടെയാണെന്ന് പറയൂല. കഴിഞ്ഞ 2018 ഈ വിധി വന്നതിന് ശേഷം മാസങ്ങളോളം ടെലിവിഷൻ ചാനലുകൾ ചർച്ച ചെയ്ത വിഷയത്തിൽ അന്ന് തന്നെ റിഫ്യൂട്ട് ചെയ്ത കാര്യങ്ങൾ താങ്കൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഒറ്റ കാര്യം, ഈ വിഷയത്തിൽ ഈ സുപ്രീം കോടതി വിധി മുമ്പ് പലവട്ടം പറഞ്ഞ് പഴകി പുളിച്ചതാണ്. സുപ്രീം കോടതി എന്ന് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട വിധിയാണ് നടത്തിയത്. അതിലെന്ത് സ്റ്റേറ്റ് സബ്ജക്റ്റാണുള്ളത്? നിങ്ങൾ സ്റ്റേറ്റിനോട് ഓർഡിനൻസ് കൊണ്ടുവരാൻ ഈ ചോദ്യം പലവട്ടം താങ്കളോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായ മറുപടിയില്ല. എന്ത് സ്റ്റേറ്റ് സബ്ജക്റ്റിലാണ് ഓർഡിനൻസ് കൊണ്ടുവരേണ്ടത്? ഒന്ന്. രണ്ട്, ഈ പറയുന്ന നിങ്ങൾ പറയുന്നു കോൺഗ്രസ്സുകാരുടേത് കപടമായ നിലപാടായിരുന്നു ശബരിമല വിഷയത്തിൽ നിന്ന്. ശബരിമല വിഷയത്തിൽ ഈ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്തതിൽ മുൻപന്തിയിൽ നിന്ന സമരം തുടങ്ങിവെച്ച NSS തന്നെ പരസ്യമായി നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ സമരം നടത്തിയതെന്ന്. UDF നിയമ പോരാട്ടത്തിനെങ്കിലും ഇറങ്ങി തിരിച്ചു. നിങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സമരം ചെയ്തു എന്നാണ് NSS പറഞ്ഞത്. രണ്ട് ചോദ്യത്തിന് ഉത്തരം പറയാം. ആദ്യത്തെ ചോദ്യം നിങ്ങൾ പറഞ്ഞത് ഒരു ബ്ലണ്ടറാണ്. കാരണം ശബരിമല വിഷയം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ശബരിമലയിൽ ഇല്ല. ശബരിമലയിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ 10 വയസ്സിന് താഴെയും 50 വയസ്സിന് മുകളിലുമുള്ളവർക്ക് ശബരിമലയിൽ പോകാൻ പറ്റുമോ സ്ത്രീകൾക്ക്? അപ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ശബരിമലയിൽ ഇല്ല. ഇതൊരു 1000 വട്ടം താങ്കളോട് ഞാൻ പറഞ്ഞതാ. താങ്കൾക്ക് മനസ്സിലാവാത്ത എൻ്റെ കുഴപ്പമല്ല. രണ്ടാമത്തെ കാര്യം NSS പറഞ്ഞൊന്ന്, അത് ഞങ്ങൾ പരിശോധിക്കാം. കാരണം NSS എന്താ ഞങ്ങളോട് പറഞ്ഞൊന്നും ഞങ്ങൾക്ക് എന്താ ഞങ്ങളോട് സംസാരിച്ചൊന്നും NSS വെളിയിൽ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഈ നാട്ടിലെ ശബരിമല വിശ്വാസികൾ, അത് NSSും SNDPയും RSSും സാമുദായിക സംഘടനകളും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് പറയും, ശബരിമല വിഷയത്തിൽ ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചവർ, പോലീസിന്റെ അടിമേടിച്ചവർ, ശബരിമലയിലെ ഈ പിണറായി വിജയന്റെ തേർവാഴ്ചക്കെതിരെ അതിശക്തമായി പോരാടിയത് BJP ആണ്. ഈ വിശ്വാസികൾ എല്ലാവരും പറയുന്നു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കും. അപ്പൊ അജിംസൻ മനസ്സിലാവും. ഞാൻ ഒന്നുകൂടി പറയാം, അതായത് NSS രഹസ്യമായി നിങ്ങളെ പിന്തുണ അറിയിക്കുകയും പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തു എന്നാണ്. NSS രഹസ്യമായി നിങ്ങളെ പിന്തുണയ്ക്കുകയും പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തു എന്നാണോ? മുസ്ലിം ലീഗിന്റെ പ്രതിനിധി. അതുകൊണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ, NSS നിങ്ങളെ രഹസ്യമായി പിന്തുണയ്ക്കുകയും പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തു എന്നാണോ? ഞാൻ NSSന്റെയോ SNDPയുടെയോ ഞാൻ NSSന്റെയോ SNDPയുടെയോ സാമുദായിക സംഘടനയുടെയോ ഒന്നും കാര്യം പറഞ്ഞിട്ടില്ല. NSSന്റെ കാര്യമായാലും SNDPയുടെ കാര്യമായാലും സാമുദായിക സംഘടനയുടെ കാര്യമായാലും ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ശബരിമലയിലെ വിശ്വാസികൾ അവരാരായാലും ശരി, അവർക്കറിയാം അവർക്ക് വേണ്ടി നിന്നത് BJP ആണെന്ന്. അതുകൊണ്ട് അവർ ഈ തെരഞ്ഞെടുപ്പിൽ അത് BJPയോട് പ്രതിബദ്ധത കാണിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ, ഇവിടുത്തെ കമ്മീഷണർ, നിങ്ങൾ നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ ഒന്നും കൂടി പറയാണ്. ഇവിടുത്തെ കമ്മീഷണർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സാമുദായിക സംഘടനയായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സാമുദായിക സംഘടനയാണ് എന്ന് സ്വയം പറഞ്ഞ മുസ്ലിം ലീഗിനെ നിരോധിക്കണം. ഈ കമ്മീഷണർക്ക് പരാതി അയച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ നിരോധിക്കണം. അത് സാമുദായിക സംഘടനയാണെന്ന് അവർ തന്നെ സംസാരിച്ചിരിക്കുന്നു. മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അവരെ നിരോധിക്കണം. അത് നിരോധിക്കാൻ കഴിയാത്ത കമ്മീഷണർ അത് നിരോധിച്ചില്ലെങ്കിൽ കമ്മീഷണർ ഏകപക്ഷീയമായിട്ടാണ് പെരുമാറുന്നത്. നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളിലേക്ക് തന്നെയാണ് വീണ്ടും ഈ ശബരിമല തെരഞ്ഞെടുപ്പ് പ്രചാരണം വീണ്ടും കൊണ്ടുപോകുന്നത്. അതായത് സ്റ്റേറ്റ് ആണ് ഇതിൽ പ്രശ്നക്കാർ. അത് ജ്യോതികുമാർ ചാമക്കാലയെ നിങ്ങളെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. ആരാണ് മോദിക്ക് ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതെന്നാണ് ജ്യോതികുമാർ ചാമക്കാല ചോദിക്കുന്നത്. അല്ല, അത് ശ്രീ ചാമക്കാലയുടെയും ശ്രീ ഗോപാലകൃഷ്ണന്റെയും ശബ്ദം ഈ ശബരിമല എടുക്കുമ്പോഴെല്ലാം, അല്ലെങ്കിൽ അതിലല്ലാതെ തന്നെയും തുടർച്ചയായി ഞങ്ങൾക്കെതിരായാണ് വരുന്നത്. ഇപ്പോൾ എന്താണ് BJPയുടെ ലക്ഷ്യം? ഇന്ന് പ്രഖ്യാപിച്ചു, ത്രിപുര മാതൃകയിൽ ഞങ്ങളെ തകർക്കും എന്നാണ്, ത്രിപുര ആവർത്തിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്താ ത്രിപുരയുടെ പ്രത്യേകത? ത്രിപുര മോഡൽ എന്തായിരുന്നു? കോൺഗ്രസിനെ അപ്പാടെ BJP വാങ്ങുകയും കോൺഗ്രസ്സുകാർ BJPയായി പരിവർത്തനം ചെയ്യുകയും അങ്ങനെ അവർ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്താണ്. അവിടെ ത്രിപുരയിൽ കോൺഗ്രസ് പിടിക്കേണ്ട മിനിമം വോട്ട് കോൺഗ്രസ് പിടിച്ചിരുന്നുവെങ്കിൽ ത്രിപുര ഒരിക്കലും BJP ജയിക്കില്ലായിരുന്നു. ഇനി രണ്ട്, കേരളത്തിലേക്ക് വാ. കേരളത്തിലേക്ക് BJPക്ക് ആത്മവിശ്വാസം പകർന്നത് നേമത്തെ അവരുടെ വിജയമാണ്. നേമത്തെ അവരുടെ വിജയത്തിന് ഹേതുവായി മാറിയത് കോൺഗ്രസ് BJPയെ സഹായിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ചയിൽ സഹായിക്കുന്നതെല്ലാം എത്രയോ തുച്ഛമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ദൂരവ്യാപകമായി അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം കോൺഗ്രസ്സാണ്. അങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ്. ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ശ്രീ B. ഗോപാലകൃഷ്ണൻ, നാക്കിനോ നട്ടലിനോ താങ്കൾക്ക് ഉറപ്പ് വേണം.
താങ്കൾ ഈ ചർച്ചയിൽ തന്നെ ഒരു നിലപാട് താങ്കൾക്കില്ല. താങ്കൾ പറയുന്നു ഞാൻ സമുദായ സംഘടനകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. NSSന്റെ പേര്, SNDPയുടെ പേരൊക്കെ പലതവണ എടുത്തു പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാനത് പറഞ്ഞിട്ടില്ല എന്ന്. നിങ്ങൾ അജിൻസ് ചോദിച്ച വളരെ നിർണായകമായ ക്വസ്റ്റ്യനാണ്. നിങ്ങളുടെ വാക്കുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നത് NSS നിങ്ങൾക്ക് രഹസ്യ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നാണ്, പരസ്യമായി വേറൊന്ന് പറയുന്നുവെന്നാണ്. നിങ്ങൾ എന്തിനത് പറഞ്ഞിട്ട് പിന്നെ പിൻവലിക്കുന്നു? ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയാം. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കാനുള്ള ഒരു മിനിമം പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ടാകണം താങ്കൾക്ക് എന്ന് വിനയപുരസ്സരം താങ്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഒരു കാര്യം, ശബരിമലയെക്കുറിച്ച് ആവർത്തിച്ച് താങ്കൾ പറയുമ്പോൾ സുരേഷ് ഗോപി ശബരിമലയിൽ കാണിക്കടരുതെന്ന് പറഞ്ഞയാളാണ്. ശബരിമലയിൽ കാണിക്കടരുത് എന്ന് പറഞ്ഞ ആദ്യം ശബരിമലയിൽ കാണിക്കടരുതെന്ന് പറഞ്ഞ ആളുകളെയും ജനങ്ങൾക്കറിയാം എന്ന് ഓർമ്മയുണ്ടാകണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ പറഞ്ഞു, ലീഗിനെ നിരോധിക്കണം. ലീഗ് നിരോധിക്കേണ്ട പാർട്ടിയാണ്. ലീഗ് സാമുദായിക ബിംബങ്ങൾ ഉപയോഗിക്കുന്നു. കാശ്മീരിലെ PDP ആരാ? കാശ്മീരിലെ PDP നിങ്ങളെന്തിനായിരുന്നു അവിടെ ചേർന്നത്? പോട്ടെ, ഇപ്പോൾ കാശ്മീരിലെ PDPയുമായി ചേർന്നത് വിട്ടയ്ക്ക്. ഇതേ ലീഗുമായല്ലേ 1991 നിങ്ങൾ ഒരുമിച്ച് കൂടിയത് ഈ കേരളത്തിൽ? നിങ്ങളുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ KG മാരാർ ഈ ലീഗിന്റെ വോട്ടല്ലേ തേടിയത്? ഇന്ന് കോഴിക്കോട്ട് വന്ന് ശ്രീ മോദി പ്രസംഗിക്കുമ്പോൾ ഇതേ കോഴിക്കോട്ട് ഒരു മാധവൻകുട്ടി ജീവിച്ചിരിപ്പുണ്ട്. മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ, ഒരു വനിതാ മാധ്യമ പ്രവർത്തക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ മാധവൻകുട്ടി ഇന്റർവ്യൂ ചെയ്തു. മീഡിയ വണ്ണിലൂടെ ഞാനത് കണ്ടു. മാധവൻകുട്ടി പറയുന്നുണ്ട്, അന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്, RSSകാരനായ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അന്തരിച്ചു പോയ യശസ്വരനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 23 പൊതുയോഗങ്ങളിൽ എനിക്ക് വേണ്ടി പ്രസംഗിച്ചു എന്ന് മീഡിയ വണ്ണിൽ കൊടുക്കുന്ന ഇന്റർവ്യൂ ഞാൻ കേട്ടത് ഓർക്കുകയാണ്. ഇപ്പോഴും അവിടെയുണ്ട്. മോദി വന്ന് പ്രസംഗിച്ച സ്റ്റേജിനരികിലായി അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ നിരോധിക്കപ്പെടേണ്ട ലീഗ് അപകടകാരിയാണെന്ന് നിങ്ങൾ ഈ വിളിച്ചു പറയുന്ന ലീഗ്, ആ ലീഗുമായി ഒരു ഉളുപ്പുമില്ലാതെ കൈകോർത്ത് നിന്ന് 91 ഒരുമിച്ച് മത്സരിച്ചവരല്ലേ നിങ്ങൾ? പോട്ടെ, ഈ തിരഞ്ഞെടുപ്പിലേക്ക് വാ. ഈ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ നിങ്ങളും കോൺഗ്രസും BJPയും ലീഗും ഒരുമിച്ചല്ലേ മത്സരിക്കുന്നത്? ഇവിടെ ഈ കേരളത്തിലെ 3 പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ AICCക്ക് പരാതി കൊടുത്തില്ലേ? കോൺഗ്രസ് നേതാക്കളെ കാണാനില്ല, കോൺഗ്രസ് പ്രവർത്തകരെ കാണാനില്ല, ഞങ്ങളെ തോൽപ്പിക്കാൻ നീക്കം നടക്കുന്നു. ഇവിടെ ഒറ്റുകാരായി മാറുന്നു കോൺഗ്രസുകാർ. BJP ക്യാമ്പിലേക്ക് വോട്ട് പറിക്കുന്നുവെന്ന് ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു. ഞങ്ങളുടെ ആരോപണം ശരിവെക്കും വിധം കോൺഗ്രസിന്റെ നേതാക്കളും സ്ഥാനാർത്ഥികളും തന്നെ ഇപ്പോഴത്തെ AICC കത്ത് കൊടുക്കുന്നു. അങ്ങനെ പരസ്യമായും രഹസ്യമായും കോൺഗ്രസും BJPയും ലീഗും ഒരുമിച്ച് കൈകൊടുത്തു നിൽക്കുകയാണ്. അങ്ങനെ കൈകൊടുത്തു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ ഈ ലീഗിനെ തള്ളി പറയുന്നത്? ഇവിടെ ചോദിച്ചു, റഹീം ഇങ്ങനെ പേടിച്ചു മൂത്രമടിച്ചു പോകും, ഇനി വന്നോ തുളച്ചു തരാൻ? ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. താങ്കൾക്ക് ഇടതുപക്ഷത്തെയും കേരളത്തെയും താങ്കൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ വിഷയത്തെ ഉയർത്തിപ്പിടിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയാണ്. നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ് ശബരിമല. നിങ്ങൾ എങ്ങനെയാണോ ജയ് ശ്രീറാം എന്ന് വിളിച്ചത് അതുപോലെയാണ് ഇവിടെ ശ്രീ സുരേഷ് ഗോപി അയ്യൻ എന്ന് വിളിക്കുന്നത്. അവിടെയും നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയല്ല. ഞാൻ ഒറ്റ കാര്യം മാത്രം പറയുന്നു, ഗാന്ധി മരിച്ചു വീഴുമ്പോൾ ഗാന്ധി വിളിച്ചത് ഹേ റാം എന്നാണ്. ആ രാമൻ ഗാന്ധിയുടെ രാമനായിരുന്നു. ആ രാമരാഷ്ട്രം പണിയാനെന്ന വേദനയാണ് സാക്ഷാൽ ഗാന്ധിയെ ഗോഡ്സെ വെടിയുറച്ചത്. അപ്പോൾ ഗോഡ്സെയുടെ രാമനും ഗാന്ധിയുടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും ആത്മാർത്ഥതയില്ലാതെയാണ് BJP ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നിരിക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അവർ അത് ഉന്നയിക്കുമ്പോൾ നിങ്ങൾ അവർ കുഴിക്കുന്ന കുഴിയിൽ വീണു പോവുകയാണ്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് അവർ തുനിയുമ്പോൾ നിങ്ങളും അതേ മാർഗേണ ചരിച്ചുകൊണ്ട് ആ കുഴിയിൽ വീഴുന്നു ജ്യോതികുമാർ. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഒരിക്കലുമില്ല ജിംസേ. ശബരിമല വിഷയം ഈ 2 പാർട്ടികളും 2 മുന്നണികളും LDFും അതുപോലെ NDAയും രാഷ്ട്രീയമായി മുതലെടുപ്പിന് വേണ്ടി കൈകാര്യം ചെയ്ത കാര്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. പക്ഷേ അതിൻ്റെ പേരിൽ വോട്ട് നേടാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ അവർ രാഷ്ട്രീയമായി ഇതിനെ മുതലെടുത്തു എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് ഞങ്ങൾ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. പിന്നെ നിലയ്ക്കൽ സമരത്തെക്കുറിച്ചൊക്കെ ഗോപാലകൃഷ്ണൻ എനിക്ക് മാന്യമായ സമയം തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിലയ്ക്കൽ സമരത്തെക്കുറിച്ച് ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ശ്രീ K കരുണാകരനെ പോലെ ക്രാന്തദർശിയായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടാണ് ആ നിലയ്ക്കൽ പ്രശ്നം പരിഹരിച്ചതെന്ന് ഗോപാലകൃഷ്ണൻ മറക്കരുത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പോലെ എന്ത് വില കൊടുത്തും ഞാനിവിടെ നവോത്ഥാനം നടത്തുമെന്ന് പറയുകയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നവോത്ഥാനത്തെ 8 ആയിട്ട് മടക്കിയിട്ട് പെട്ടിക്കകത്ത് വെക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി അല്ലായിരുന്നു ശ്രീ K കരുണാകരൻ
ഉണ്ടായിരുന്നു, അദ്ദേഹം അങ്ങ് മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ആചാര സംരക്ഷണത്തെ സംബന്ധിച്ച് നിങ്ങൾ കുറേ പറയുന്നല്ലോ. നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ? നിങ്ങൾക്ക് ഈ അജിംസ് ചോദിച്ച ഏതെങ്കിലും ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞോ? നിങ്ങൾ ഇരുട്ടിൽ തപ്പുകയല്ലേ? നിങ്ങൾക്ക് വോട്ട് മാത്രമല്ലേ ലക്ഷ്യം? നിങ്ങളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രമല്ലേ ഇതിനെ കണ്ടിട്ടുള്ളത്? ഇപ്പോഴും നിങ്ങൾ പറയുന്നത് നിയമപരമായി നിങ്ങൾക്ക് ഇനി നിയമപരമായി എവിടെയാണ് ഇടപെടാൻ കഴിയുക? ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ ഇടപെടുക? നിങ്ങൾക്കതിന് കഴിയുകയില്ല. എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, ശബരിമല വിശ്വാസികളോട് നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു നിയമനിർമ്മാണത്തിന് തയ്യാറാകണമായിരുന്നു. പ്രതിപക്ഷം ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണല്ലോ. നിങ്ങൾ ഒരു ഘട്ടത്തിലും അത് തയ്യാറായിട്ടില്ല. പിന്നെ കോൺഗ്രസിന്റെ നിലപാടിനെ സംബന്ധിച്ചൊക്കെ താങ്കൾ പറഞ്ഞു പോയി. ശ്രീ റഹീം പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ റഹീമോട് യോജിച്ചെന്ന് ഇനി ഗോപാലകൃഷ്ണൻ പറയരുത്. കാരണം ഇവിടെ മുന്നണികളായിട്ട് തന്നെ മത്സരിക്കുന്നത് ശ്രീ അജിംസെ. അപ്പോൾ ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിൽ ഇവിടെ കൃത്യമായി രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമിച്ചു. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാമായിരുന്ന സമയത്ത് പോലും BJP ചെയ്തിട്ടില്ല. അവർ ഇവിടെ സാമ്പത്തിക സംവരണം കൊണ്ടുവന്നല്ലോ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലേ? എത്ര ഇരട്ടിയാണ് ഏറ്റവും അവസാനമാണ് കൊണ്ടുവന്നത്? എടുപിടിന്നല്ലേ കൊണ്ടുവന്നത്? എന്നിട്ട് പോലും ഞങ്ങൾ സഹായിച്ചില്ലേ? അപ്പോൾ ശബരിമല വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിൽ നടപടി സ്വീകരിക്കാമായിരുന്നല്ലോ. ഒന്ന്. രണ്ട്, അദ്ദേഹം പറഞ്ഞ ഒരു വാചകം കൂടി, ഞങ്ങളൊക്കെ സമരസമയത്ത് ശബരിമല സമയത്ത് AC ഇരുന്നവരാണെന്ന്. ഒറ്റ മറുപടിയേ ഉള്ളൂ ശ്രീ ഗോപാലകൃഷ്ണൻ. ശബരിമല സമരം നടക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെല്ലാം വിശ്വാസികളോടൊപ്പമായിരുന്നു. നിങ്ങളുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ മാത്രമാണ് ആ സമയത്ത് AC റൂമിൽ ഇരുന്നിട്ടുള്ളത്. ഒരേ ഒരാൾ. നിങ്ങളുടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനാണ് എന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ അദ്ദേഹം എവിടെയായിരുന്നു എന്ന്. എന്നിട്ട് താങ്കൾക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കും താങ്കൾ എന്നെ കൊടുത്ത് പറയിക്കാൻ വേണ്ടി പറയുന്നത്. ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ, അത് രാഷ്ട്രീയം. ഇനി റഹീം പറഞ്ഞതിനെക്കുറിച്ച്, റഹീം, ഈ CPMകാർക്ക് വിദ്യാഭ്യാസം മാത്രം ഉണ്ടായാൽ പോരാ, വിവരം കൂടെ വേണം. ത്രിപുരയിൽ ഞങ്ങളുടെ വോട്ട് മൊത്തത്തോടെ BJPക്ക് പോയതുകൊണ്ടാണ് അവിടെ BJP അധികാരത്തിൽ വന്നത് എന്ന് റഹീം പറയുമ്പോൾ, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, റഹീം പറയുമ്പോൾ അവിടെ ഞങ്ങൾ എത്രയോ വർഷമായി പ്രതിപക്ഷത്താണെന്നേ. എത്രയോ വർഷമായി ഞങ്ങൾ പ്രതിപക്ഷത്താണ്. ഞങ്ങളുടെ പ്രതിപക്ഷത്തിരിക്കുന്ന മുഴുവൻ വോട്ടുകളും ചെന്നാർന്നും BJP ജയിക്കും. അവിടെ കോൺഗ്രസും CPM മാത്രമേ, ഇടതുപക്ഷവും കോൺഗ്രസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ചുവട്ടിനടിയിലെ മണ്ണൊലിച്ചു പോയിരിക്കുന്നു. നിങ്ങൾ ബംഗാളിലും ത്രിപുരയിലും അമ്പെ പരാജയപ്പെട്ടപ്പോൾ നിങ്ങൾ ചുമ്മാ വന്നിരുന്ന കേരളത്തിലെ ജനങ്ങളെ, നിങ്ങളുടെ കൂടെ അവശേഷിക്കുന്ന 1-2 പേരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ പമ്പര വിഡിത്തം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കില്ല. കാര്യമില്ല. കണക്കുകൾ വെച്ച് സംസാരിക്കണം. ഞാൻ കണക്ക് വെച്ച് അങ്ങോട്ട് സംസാരിക്കാൻ തയ്യാറാണ്. ത്രിപുര മാത്രം ഒരു വിഷയമായിട്ട് ഞാൻ സംസാരിക്കാം. ഇനി താങ്കൾ പറഞ്ഞത് നിയമത്തെ കാര്യമാണ്. നിയമത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. കാരണം അവിടെ ജനതാദളിലേക്ക് വന്ന മുമ്പ് കേരള കോൺഗ്രസ്സുകാരനായിരുന്ന ശ്രീ V. സുരേന്ദ്രൻപിള്ളയ്ക്ക് പ്രത്യേകിച്ച് ജനതാദൾ ഒരു സീറ്റ് അവിടെ കൊടുക്കേണ്ടി വന്നപ്പോൾ എടുത്തു പിടിച്ച് ഞങ്ങൾ സീറ്റ് കൊടുക്കുകയും അവിടെ ആ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ പ്രവർത്തകർ അംഗീകരിക്കാതെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ സ്വാഭാവികമായി സ്കാറ്റർ ചെയ്ത് ഞങ്ങളുടെ പ്രവർത്തകരുടെ വികാര പ്രകടനം വോട്ടുകളായി പോയിട്ടുണ്ട്. അത് പോയിരിക്കുന്നത് BJPക്ക് മാത്രമല്ല LDFനും പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളോടുള്ള പ്രതികാരമായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. ഞങ്ങളുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് തന്നെയാണ്. നിയമത്തെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് നിങ്ങൾ തിരുത്തിയില്ല, തിരുത്താത്തതുകൊണ്ടാണ് ഇപ്പോഴും പരാതി വരുന്നത് തിരുവനന്തപുരത്ത്. ഒരിക്കലുമില്ല. അല്ലല്ല, അജിംസ് ഞാനത് തീർക്കട്ടെ. ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യപരമായ ഒരുപാട് ചർച്ചകൾ നടക്കുന്നതാണ്. അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയം പോലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ പാർട്ടിയിൽ അത്തരം ചർച്ചകളെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ പാർട്ടിയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 1-2 സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM എത്രയോ സ്ഥലത്ത് 3-ാം സ്ഥാനത്ത് പോയിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ 3-ാം സ്ഥാനത്ത് പോയില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? അപ്പോൾ അതൊക്കെയാണ് സ്വാഭാവികമായും പാർട്ടിയിലെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിക്കും. ഞങ്ങളുടെ നേതാക്കന്മാർ ഇടപെട്ട് അത് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 ദിവസം മുമ്പിലുണ്ട്. ഞങ്ങളത് പരിഹരിക്കുകയും ഞങ്ങളവിടെ വിജയിക്കുകയും ചെയ്യും. ശശി തരൂർ ജയിക്കും എന്നായപ്പോഴാണല്ലോ ഈ പ്രശ്നമെല്ലാം. എത്രയോ വള്ളപ്പാട് അകലെയാണ് LDFന്റെ സ്ഥാനാർത്ഥി. അതുകൊണ്ടാണ് അവരിതിനകത്ത് എങ്ങനെയെങ്കിലും മുമ്പിലേക്ക് വരാൻ ശ്രമിക്കുമെന്ന്. ഒരിക്കലും നടക്കില്ല. നരേന്ദ്രമോദി ഉത്തരേന്ത്യയിൽ പ്രസംഗിച്ചു. ലീഗിനെ കുറിച്ച് ശ്രീ റഹീം പറഞ്ഞു പോയല്ലോ. ലീഗിനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ 1-2 കാര്യങ്ങൾ മനസ്സിലായി. അല്ല, ലീഗിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ റഹീം ലീഗിനെ അനുകൂലിക്കുകയായിരുന്നോ പ്രതികൂലിക്കുകയെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ നിങ്ങളുടെ നേതാക്കന്മാർ ഇന്ന് പറഞ്ഞിരിക്കുന്നു ലീഗ് വർഗീയ പാർട്ടിയാണ്, SRP ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മുന്നണിയിലുള്ളത് INL ആണ്. INL രൂപീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? ബാബറി മസ്ജിദ് തകർത്തപ്പോൾ ലീഗിന്റെ നിലപാട് തീവ്രമായിരുന്നില്ല എന്നതിന്റെ പേരിൽ തീവ്ര നിലപാടുള്ള ഒരു സാമുദായിക സംഘടന നിലയിലാണ് INL രൂപീകരിക്കപ്പെട്ടത്. ആ INLന്റെ നയത്തിലോ നിലപാടിലോ ഒരു മാറ്റവും ഉണ്ടാകാതിരിക്കെ ഇന്നിപ്പോൾ അവരെ മുന്നണിയിലെടുത്തിട്ടാണ് ലീഗിന്റെ വർഗീയതയെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്. ലീഗിന്റെ സെക്യുലർ ഫേസിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് റഹീമേ. നിങ്ങൾ ഇങ്ങനെ ഒന്നും ആടിയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഈ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് ഒന്നും കൈകടത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഭൂരിപക്ഷ വോട്ടുകളിലേക്ക് BJPക്ക് കടക്കാൻ കഴിയില്ല. ഇപ്രാവശ്യം ഒരു സംശയവും വേണ്ട, UDFന് അനുകൂലമാണ് ഭൂരിപക്ഷ തർക്കവും വേണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരേന്ത്യയിൽ നടത്തിയ പ്രസംഗങ്ങളുടെ ഒരു ശൈലിയിലല്ല ഇന്ന് കേരളത്തിൽ പ്രസംഗിച്ചത്. വളരെ പൊതിഞ്ഞ
ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അത് കമ്മ്യൂണൽ UDF എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ പോലും വളരെ പൊതിഞ്ഞാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. പക്ഷേ BJPയുടെ മറ്റ് നേതാക്കൾ പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ജോലി നൽകില്ല എന്ന് മനേകാ ഗാന്ധിക്ക് പ്രസംഗിക്കാം. പക്ഷേ നിങ്ങൾ അപ്പോഴും മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണോ അവരെ നിരോധിക്കേണ്ടത് എന്ന ചർച്ചയാണ് നടത്തുന്നത്. നിങ്ങളോളം വർഗീയത വിളമ്പുന്ന വേറെ ഏത് പാർട്ടിയാണെന്ന് ഇന്ത്യയിലുള്ളത്? അജിംസെ, ഞാനൊരു കാര്യം പറയാം. മുസ്ലിമും മുസ്ലിം ലീഗും രണ്ടാണ്. മുസ്ലിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലുണ്ട്. ഞങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ കൂടെ തന്നെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ ഗവൺമെന്റ് 5 വർഷം ഇന്ത്യ ഭരിച്ചിട്ട് മുസ്ലിം സമൂഹത്തിനെതിരായിട്ട് ഏതെങ്കിലും മുസ്ലിം സമൂഹത്തിനെതിരായിട്ട് എടുത്ത നിലപാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. മനേകാ ഗാന്ധി ഇന്ന് പ്രസംഗിച്ചതിനെ BJP ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ, മനേകാ ഗാന്ധി ഇന്ന് പ്രസംഗിച്ചതിനെ ഇന്ന് BJP തള്ളി പറഞ്ഞിട്ടില്ല. മനേകാ ഗാന്ധി പ്രസംഗിച്ചത് ശുദ്ധ വർഗീയതയാണ് മനേകാ ഗാന്ധി പ്രസംഗിച്ചത്. ഞാൻ തീർക്കട്ടെ അജിംസെ ഞാൻ തീർക്കട്ടെ എന്ന് മുഴുവൻ സംസാരിക്കുന്നിടയിൽ പറയല്ലേ. എത്ര നേരമായി അവരൊക്കെ പറയുന്നു? ഒരു സാമാന്യ മര്യാദ കാണിക്കുക. അപ്പൊ BJPയെ സംബന്ധിച്ചോളം മുസ്ലിമും മുസ്ലിം ലീഗും രണ്ടാണ്. ഈ ലീഗ് പഴയ ലീഗിന്റെ പിന്തുടർച്ചയാണ് എന്ന് ഞങ്ങളല്ല പറഞ്ഞത്, മുസ്ലിം ലീഗ് തന്നെ പറഞ്ഞതാണ്. ഇതേ റഹീമിന്റെ നേതാവ് സഖാവ് EMS നമ്പൂതിരിപ്പാട് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളതാ. റഹീമിന് അറിയില്ല, പുസ്തകം വായിക്കാൻ റഹീം ക്ഷണിക്കാത്തത് കൊണ്ടാവും. അല്ല, അപ്പൊ ഞാനെന്ത് പറയാനാ? എന്തൊരു തൊലിക്കെട്ടിയായി റഹീമിന്റെ ഒക്കെ. പാലക്കാട് നിന്ന് അപ്പുറം വാളയാർ കടന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാ. വയനാട് ചുരം കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നാ. ഡൽഹിയിൽ ഇവർ ഭിക്ഷ യാചിച്ച് നടക്കുക ഈ കോൺഗ്രസിന്റെ പിന്നാലെ. എന്നിട്ട് പറയാ ഇവിടെ കോലീബിയാണ്, ഇവിടെ മുസ്ലിം ലീഗാണ്, ഇവിടെ മുസ്ലിം ഒരു ഉളുപ്പുമില്ലാതെ പറയാ. ഞാൻ ചോദിക്കട്ടെ റഹീമെ, നിങ്ങൾ പറഞ്ഞ അതേ ഭാഷയിൽ ഒരു ഉളുപ്പുമില്ലാതല്ലേ നിങ്ങൾ RSSന്റെ ഓഫീസിൽ അന്ന് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ കയറി ഇറങ്ങിയത്? ഞങ്ങളുടെ കൂടെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒന്നാന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളും ഞങ്ങളുടെ വോട്ട് മേടിച്ച് ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാ. അതൊന്നും ഇങ്ങോട്ട് പറയല്ലേ, പറഞ്ഞു പറയിപ്പിക്കല്ലേ. നിങ്ങൾ പറഞ്ഞു നേമത്തെ കാര്യം. നിങ്ങൾക്ക് വോട്ടിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടെങ്കിൽ പറ. നേമത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്? എത്ര വോട്ടാണ് കോൺഗ്രസിന് കിട്ടിയത്? എത്ര വോട്ടാണ് BJP കിട്ടിയത്? നിങ്ങൾ BJP തമ്മിൽ 20,000 വോട്ടിന്റെ വ്യത്യാസമാണ് സാർ. നിങ്ങൾക്ക് 30,000 UDFന് 50,000 വോട്ടിനടുത്താണ് BJPക്ക് 2014. അതേ 2014 2016 ആയപ്പോൾ നിങ്ങളുടെ വോട്ട് 30,000 എന്നുള്ളത് 46 മാറി. കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു. അപ്പോ ഈ കോൺഗ്രസ് വോട്ട് ചെയ്തത് BJPക്കാണോ അതോ നിങ്ങൾക്കാണോ? സാമാന്യ മര്യാദ BJP ലീഗിനെ കുറിച്ച് നിരന്തരം ഉന്നയിക്കുന്ന അതേ ആരോപണങ്ങളാണ് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ആരോപിക്കുന്നത്. അതായത് മുസ്ലിം ലീഗിനെ കുറിച്ചാകുമ്പോൾ BJPക്കും CPMനും ഒരേ സ്വരമാണെന്ന് വരുന്നു. വളരെ ചുരുക്കി. ഒന്ന്, ലീഗിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ലീഗ് മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. മതവിശ്വാസത്തെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണ്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായ സപ്തകക്ഷി സർക്കാർ ഉണ്ടാക്കിയപ്പോൾ ഇല്ലാത്ത പ്രശ്നമാണത്. റഹീം, CPM സപ്തകക്ഷി സർക്കാർ ഉണ്ടാക്കിയപ്പോൾ ഇല്ലാത്തൊരു പ്രശ്നമാണത്. സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കിയല്ലോ, അന്ന് സർക്കാർ ഉണ്ടാക്കിയല്ലോ. അല്ല, അന്നില്ലാത്ത പ്രശ്നമാണല്ലോ ഇത്. നിങ്ങൾ കേൾക്കൂ, ഒരു മിനിറ്റ് കേൾക്കൂ. ഈ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പ്രത്യേകിച്ച് മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യം എന്താണ്? ആ സാഹചര്യം ഈ കേരളത്തിൽ 91 BJPയുമായി കൈകോർത്തെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയുമായി പരസ്യമായി കൈകോർക്കുന്നു. ഇതെല്ലാം ഞങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം തന്നെ വയനാടിനെ മതപരമായി വംശീയമായി അധിക്ഷേപിക്കാൻ വേണ്ടി അമിത്ഷാ ശ്രമിച്ചു. കോൺഗ്രസിന്റെ ഒരാൾ വാദമെന്ന് വർത്തമാനം പറഞ്ഞില്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ അതിനെതിരെ പ്രതികരിച്ചത്, ശബ്ദിച്ചത്. സഖാവ് കൊടിയേരിയാണല്ലോ സംസാരിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ വളരെ സുവ്യക്തമായ നിലപാടുണ്ട്. ഞാൻ ഉന്നയിച്ച കാര്യങ്ങളിൽ 91 ചൂണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതിന് ശ്രീ B. ഗോപാലകൃഷ്ണൻ മറുപടിയേയില്ല. താങ്കൾ അടിയന്തരാവസ്ഥ സമയത്ത് ജനതാ പാർട്ടിയുമായി ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ജനസംഘവുമായല്ല. അന്ന് ജനസംഘമില്ല, ജനതാ പാർട്ടിയായി മാറി. ആ ജനതാ പാർട്ടി ഉൾപ്പെടെ ഈ രാജ്യത്തുള്ള മുഴുവൻ ശക്തികളും ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ വാഴ്ചയ്ക്കെതിരെ മറുവശത്ത് നിന്നു. ആ തിരഞ്ഞെടുപ്പാണ്. ആ ഗവൺമെന്റ് എങ്ങനെയാണ് താഴെ വീണത്?
ജനസംഘത്തിലുണ്ടായിരുന്നവർ വീണ്ടും ജനസംഘത്തിൽ ഡ്യുവൽ മെമ്പർഷിപ്പിന്റെ പ്രശ്നവും വന്നപ്പോഴാണ് ആ ഗവൺമെന്റ് തന്നെ താഴെ വീണത്. ഒരു മിനിറ്റ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകരുതേ. നിങ്ങൾ വളരെ ക്ലിയറായി ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങളും വടകരയിൽ നിങ്ങൾ ആർക്കോട്ട് ചെയ്യുന്നു. വടകരയിൽ സജീവൻ കഴിഞ്ഞ തവണ പിടിച്ച വോട്ട് ഇപ്പോഴും നിങ്ങൾ പിടിക്കുമോ? നിങ്ങൾ പറ. കൊല്ലത്ത് കഴിഞ്ഞ തവണ പിടിച്ച വോട്ട് നിങ്ങൾ പിടിക്കുമോ? ഈ തിരുവനന്തപുരത്ത് നിങ്ങളും കോൺഗ്രസും സഖ്യമല്ലേ? അങ്ങനെ ഈ പോട്ടെ ഒരു ജനവിരുദ്ധ സർക്കാരിന്റെ ജനവിരുദ്ധ സമീപനങ്ങൾ ഏറെ ചർച്ചയാവുമെന്ന് പ്രതീക്ഷിച്ച ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെങ്കിലും വർഗീയതയും അതുപോലെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള വോട്ട് നേടാനുള്ള ശ്രമങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. വളരെയധികം നന്ദി ശ്രീ എ റഹീം, ബി ഗോപാലകൃഷ്ണൻ, ജ്യോതികുമാർ ചാമക്കാല ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചു.